ഒരു 1.5 വർഷം റേഡിയേഷൻ കൊടുത്തു. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. എൻ്റെ റിലേറ്റീവ്സ് ആണ് ഇവിടത്തെ പറ്റി പറഞ്ഞത്. ഇവിടെ വന്നതിന് ശേഷം അവർ കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്തു. ലാസ്റ്റ് മന്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവർ ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1 മാസമായിട്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. മൂന്ന് മാസം കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ 4ാമത്തെ മാസമാണ്. റിക്കവർ ആവുന്ന പോലും അറിയില്ലായിരുന്നു. ഇപ്പം നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളവും കുടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണ്. പേഷ്യന്റ് ഇദ്ദേഹത്തിന്റെ അച്ഛനാണെന്നാണ് പറയുന്നത്. ഇവർ ഓൾറെഡി 4 വിസിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനെ പറ്റിയും കൂടാതെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് വന്നതെന്നും പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇവർക്ക് വന്ന മാറ്റങ്ങളെ പറ്റിയും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം. സേതു. പേഷ്യന്റ് പേരെന്താണ്? വെങ്കട് രാമായണൻ. സാറിന്റെ അച്ഛനാണല്ലേ? അതെ, എന്റെ ഫാദറാണ്. ഏജ് എത്രയുണ്ട്? നിയർ 55 ആണ്. 55. എവിടെ നിന്നാ വരുന്നത്? ഞാൻ ഭീമാവരത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. സാർ സ്റ്റാർട്ടിംഗിൽ സാറിന്റെ അച്ഛന് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? ആക്ച്വലി മൗത്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ. അത് കണ്ടുപിടിച്ചതും പെട്ടെന്ന് തന്നെ സർജറി ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു 1.5 മാസത്തേക്ക് റേഡിയേഷൻ കൊടുത്തു. പിന്നെ ഇതുവരേക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് എഫക്റ്റ് ആയി തുടങ്ങി. രണ്ടാമതും അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇവിടുത്തെ കാര്യം പറഞ്ഞു. ഇവിടെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മെഡിസിൻ ഒക്കെ തന്നു. ഇപ്പൊ ഏകദേശം ഒരു 3 മന്ത് കംപ്ലീറ്റ് ആയി കാണും. ഇതിപ്പോ 4th മന്താണ്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ കഴിക്കുന്നുണ്ട്. പെയിൻ, വോമിറ്റിംഗ് സെൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തിക്കോളാൻ പറഞ്ഞായിരുന്നോ ഡോക്ടർ? ഇപ്പൊ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചോളാൻ പറഞ്ഞു. മല്ലിയില വെള്ളം, ബ്രൗൺ റൈസ് എല്ലാം കഴിച്ചോളാൻ പറഞ്ഞു. റെഗുലർ ആയിട്ട് ബ്രൗൺ റൈസ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഇപ്പോ സാധാരണ പോലെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ? വിശക്കുമ്പോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പതുക്കെയൊക്കെയാണ് കഴിക്കുന്നത്. പഴയതുപോലെ കഴിക്കാൻ ഇല്ല, പറ്റുമോ? ഇപ്പൊ പയ്യാണ് കഴിക്കുന്നത്. മുമ്പ് വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ശരി സർ. സാർ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഈ ഹോസ്പിറ്റലിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നല്ലോ. സാർ എന്തെങ്കിലും സെർച്ച് ചെയ്തിരുന്നോ നമ്മുടെ ഈ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി? ഇല്ല, ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്റെ വൈഫിന്റെ അമ്മയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോ നല്ല മാറ്റമുണ്ട്. അവര് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ തന്നെ വന്ന് നോക്കാന്ന് വിചാരിച്ചു. സാർ ഈ ക്യാൻസർ വന്നപ്പോഴല്ലേ സാർ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയേ? ഇതിനു മുമ്പ് സാറിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ഫാർമസിസ്റ്റ് ആണ്. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. സാർ അപ്പൊ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ? അതെ. ഓക്കെ. ഇവിടെ നിന്ന് കിട്ടിയ റിസൾട്ടും പുറത്തുനിന്ന് കിട്ടിയ റിസൾട്ടും തമ്മിൽ സാറിന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? എന്താ സാർ ഇവിടെ വന്ന് 1 മാസം ആവുമ്പോഴേക്കും നല്ല റിസൾട്ടാണ് കിട്ടി വരുന്നത്. നല്ല റിസൾട്ടാണ്. ഇതിന് മുന്നേ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫുഡ് പോലും കഴിച്ചിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ 1 മാസം കൊണ്ട് സ്പൂണൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. മിനിമം 6 മാസം ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. 4 മാസത്തിൽ നല്ല റിസൾട്ട് കിട്ടിയല്ലേ? ആദ്യത്തെ മാസം തന്നെ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. മൊത്തത്തില് അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിരുന്നു. പുറത്തു പോയി വരുന്നതൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. മുഴുവനും മാറിയതിനു ശേഷം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം സാർ. ഓക്കെ, താങ്ക് യു.